നിയമസഭയിൽ അല്പസമയം മുമ്പ് നടന്ന നാടകീയ നിമിഷങ്ങളാണ് അതിൻ്റെ പുറത്ത് നിയമസഭാ സെക്രട്ടേറിയറ്റ് പുറത്തുവിട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. സഭയിൽ വലിയ നാടകീയ നിമിഷങ്ങളാണ്. സ്പീക്കർക്കെതിരെ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. ഡയസിന് ചുറ്റും വന്ന് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചു വരുന്നു. 2 വട്ടം സഭ നിർത്തിവെച്ചു. പക്ഷേ പ്രതിഷേധത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല എന്നതാണ് സാഹചര്യം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, പ്രതിപക്ഷാംഗങ്ങളോ അല്ലെങ്കിൽ സർക്കാർ പ്രതിനിധികളോ എന്ന് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ? സഭാ നടപടികൾ ഇന്നിനി തുടരാൻ പറ്റാത്ത സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അങ്ങനെ വേണം കരുതാൻ. ഒരുപക്ഷെ ഇന്ന് മാത്രമല്ല, സഭ ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നെന്ന് വേണം മനസ്സിലാക്കാൻ. നാളെയും ഇന്ന് കണ്ട സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് കണ്ട സീനുകളിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാകാനിടയില്ല. പ്രതിപക്ഷത്തിന് ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവർ ആ സമരത്തിന്റെ ഒരു പ്രതിഷേധത്തിന്റെ എക്സ്ട്രീമിലേക്ക് കടന്നു കഴിഞ്ഞു. SITയുടെ അന്വേഷണം അവർ വിശ്വസിക്കുന്നില്ല, അത് തള്ളിപ്പറയുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് ഇനി ഈ വിഷയത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. നാളെയും സമാനമായ സാഹചര്യം ഉണ്ടാകും, മറ്റന്നാളും അങ്ങനെ തന്നെ ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും സഭാ നടപടികൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ അതിശയപ്പെടാനില്ല. സഭ വെട്ടിച്ചുരുക്കി പിരിഞ്ഞാലും അതിശയപ്പെടാനില്ല. സഭയുടെ കലണ്ടർ പ്രകാരം നാളെയും മറ്റന്നാളും സഭാ സമ്മേളനം ചേരേണ്ടതുണ്ട്. പക്ഷേ ആ 2 ദിവസം എന്ത് ചെയ്യുമെന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരേണ്ടത്. കാരണം വളരെ നിർണായകമായ നടപടിക്രമങ്ങളാണ് സഭ ഇനി പൂർത്തിയാക്കേണ്ടത്. ബജറ്റ് ചർച്ചയാണ് ഇന്നലെ ആരംഭിച്ചത്. ഇന്നും ബജറ്റ് ചർച്ച നടക്കേണ്ടതാണ്. ഇന്നും നാളെയും മറ്റന്നാളും ബജറ്റ് ചർച്ച നടക്കേണ്ടതാണ്. 5-ാം തീയതി വരെ, വ്യാഴാഴ്ച വരെ ബജറ്റ് ചർച്ച നടക്കേണ്ടതാണ്. പിന്നീട് 23 ഒരു 17 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാകും പിന്നീട് സഭ ചേരേണ്ടത്. അന്ന് അപ്രോപ്രിയേഷൻ ബില്ലടക്കം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കണം. ഫിനാൻസ് അപ്രോപ്രിയേഷൻ ബില്ലടക്കം അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളാണ് വരേണ്ടത്. ഷെഡ്യൂൾ പ്രകാരം മാർച്ച് 4-നാണ് ഈ ഡിമാൻഡുകളുടെ വോട്ടിങ്ങും ഗ്രാന്റുകൾ അനുവദിക്കുന്നതിൻ്റെ വോട്ടിങ്ങും ഒക്കെ നടക്കേണ്ടത്. പക്ഷേ അതുവരെയൊന്നും നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അല്ലെങ്കിൽ തന്നെ സഭ വെട്ടിച്ചുരുക്കി ഇലക്ഷനിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം 22-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക SR അന്തിമ വോട്ടർ പട്ടിക വരികയാണ്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടാകാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സഭ നേരത്തെ പിരിയാൻ തന്നെയായിരുന്നു സാധ്യത. പക്ഷേ ഇപ്പോൾ അതുവരെ പോലും പോകാൻ ഉള്ള സാധ്യത കാണുന്നില്ല. ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ പരമാവധി വ്യാഴാഴ്ച വരെ സഭ ചേർന്ന ശേഷം ബാക്കിയുള്ള നടപടിക്രമങ്ങൾ ഡിലറ്റും ചെയ്ത് സഭ പിരിയാൻ തന്നെയാണ്, അനിശ്ചിതകാലത്തേക്കല്ല സഭ പിരിയാൻ തന്നെയാണ് സാധ്യത. ഈ ഇപ്പോഴത്തെ നിയമസഭ പൂർണ്ണമായും പിരിയാൻ തന്നെയാണ്. 15-ാം കേരള നിയമസഭ തന്നെ പിരിച്ചുവിടാനാണ് സാധ്യത. പിന്നീട് തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ട് കടക്കുകയാകും സാഹചര്യം. സാധാരണയുള്ള ഗ്രൂപ്പ് വോട്ട് അടക്കമുള്ള കാര്യങ്ങളും ഇത്തവണ ഉണ്ടാകേണ്ടത് അത്യന്തം പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിലേക്ക് സഭ മാറുകയാണ്. സ്പീക്കർ സഭ നിർത്തി എഴുന്നേറ്റ് പോകാൻ കാരണം ഡയസിലേക്ക് പ്രതിപക്ഷങ്ങൾ കയറുമ്പോൾ സ്വാഭാവികമായും അവിടെ പാച്ചാൻവാടിന് പ്രതിരോധമുണ്ടാകും. അത് സംഘർഷത്തിലേക്ക് മാറും. നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷത്തിന്റെ ബാനറൊക്കെ പാച്ചാൻവാടകങ്ങൾ വലിച്ച് എടുത്ത് ദൂരേക്ക് മാറ്റുന്നത്, പ്രതിപക്ഷങ്ങളെ തടയുന്നത്. സ്വാഭാവികമായ ഒരു കയ്യാങ്കളിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ഒഴിവാക്കാനാകണം ഒരുപക്ഷെ സ്പീക്കർ വീണ്ടും സഭ നിർത്തിവെച്ച് മടങ്ങിയത്. സാധാരണഗതിയിൽ ഇത്തരം സംഘർഷം ഉണ്ടാകുമ്പോൾ ഭരണ പ്രതിപക്ഷങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ച് സ്പീക്കർ 2 കക്ഷി നേതാക്കളെ വിളിച്ച് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത്തരമൊരു നീക്കം ഈ സഭയുടെ കാലയളവിൽ സാധാരണ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അത് ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ്. കുറച്ച് സമയത്തിന് വീണ്ടും സഭ ചേരും. പ്രതിപക്ഷം സമാനമായ നിലപാട് ആവർത്തിച്ചാൽ സഭ ഇന്നത്തേക്ക് പിരിയാനുള്ള സാധ്യത. മറ്റുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ, വരും ദിവസങ്ങളിൽ സ്പീക്കറും ഭരണ പ്രതിപക്ഷങ്ങളുമായി ചേർന്ന് തീരുമാനിക്കും. അരുണ്, ഏതായാലും സഭയിലെ ഇപ്പോഴത്തെ നടപടിക്രമങ്ങൾക്കെല്ലാം ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. കാരണം സംസ്ഥാനം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതുക്കലാണ്. ബജറ്റ് ചർച്ച ചെയ്താൽ സ്വാഭാവികമായും സർക്കാരിന് അവർ നടപ്പിലാക്കാൻ പോകുന്ന പ്രവർത്തനങ്ങളുടെ ഒരു വിശദീകരണം സഭയിൽ നൽകാം. അതിന് സ്വാഭാവികമായും അത് സർക്കാരിന് അനുകൂലമായ ഒരു ചർച്ചയായി മാറാമോ എന്നൊരു ആശങ്ക ഒരു പക്ഷേ പ്രതിപക്ഷത്തിനുണ്ടാവാം. മറിച്ച് ശബരിമല എന്ന അവരുടെ ഏറ്റവും വലിയ തുറുപ്പുചീട്ട്, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വർക്കൗട്ടായി എന്ന് പ്രതീക്ഷിക്കുന്ന തുറുപ്പുചീട്ട് സഭയിൽ വീണ്ടും ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. അതുകൊണ്ട് ഇരുപക്ഷവും ഈ രാഷ്ട്രീയം മനസ്സിലാക്കിക്കൊണ്ടുള്ള കളിയാണ് സഭയിൽ നടക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് പരീക്ഷിച്ച് വിജയിച്ച ഒരു ആയുധമാണ് ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ നേട്ടമായിരുന്നു. ശബരിമല വിഷയത്തിൽ ഈ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം BJP-ക്ക് വളരെ മുന്നിൽ പ്രതിപക്ഷമാണ്. UDF ആണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ, നിയമസഭ സ്തംഭിപ്പിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിന്റെ ഭാഗമായി വലിയ നേട്ടം അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയും ചെയ്തു. സഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെയാണ് അവർ സർക്കാരിനെ, ഇടതുമുന്നണിയെ നേരിട്ടത്. അതിന്റെ ഗുണം അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചിട്ടുണ്ട്.
ആവശ്യമുണ്ട്. CPM-ഉം സമ്മതിക്കേണ്ടി വന്നു. ചില സ്ഥലങ്ങളിലെങ്കിലും ഒരു പരിധിവരെയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിച്ചു എന്നുള്ളത്. ആ ഒരു പരീക്ഷിച്ച് വിജയിച്ച ആയുധം എന്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചുകൂടാ എന്ന ചോദ്യമാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ളത്. അവിടെ അവർ കണ്ടെത്തിയ ഉത്തരം തീർച്ചയായും അത് തന്നെ ഉപയോഗിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെ മറ്റെന്ത് വിഷയങ്ങൾ വന്നാലും ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി തന്നെ നിയമസഭയിൽ സർക്കാരിനെ ആഞ്ഞടിക്കണം. അവിടെ സർക്കാരിന്റെ നടപടികളെ സ്തംഭിപ്പിക്കണം. സർക്കാരിനെ ചോദ്യമുന്നിൽ നിർത്തണം. സർക്കാരിനെ അത്യന്തം പ്രതിരോധത്തിലാക്കണം. ആ ഒരു തന്ത്രം തന്നെയാണ് കൃത്യമായി പ്രതിപക്ഷം ഇവിടെ പയറ്റുന്നത്. മറ്റു വിഷയങ്ങളൊക്കെ വന്നുപോയെങ്കിലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ ഉയർത്തിക്കൊണ്ട് 2 MLA-മാരെ ടേൺ വെച്ച് സത്യാഗ്രഹത്തിന് സഭയുടെ കവാട സത്യാഗ്രഹത്തിന് ചുമതലപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ AK-എം അഷ്റഫും അതുപോലെ തന്നെ IC ബാലകൃഷ്ണനുമാണ് സത്യാഗ്രഹം തുടരുന്നത്. ഓരോ ആഴ്ചയും MLA-മാർ മാറി മാറി വരും. പക്ഷേ ആ സത്യാഗ്രഹം വിടണ്ട, ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം. അതിനൊപ്പം സഭയ്ക്കുള്ളിലും ഈ പ്രശ്നം ഉയർത്തണം, പ്രക്ഷോഭം ശക്തമാക്കണം. അതിന്റെ രാഷ്ട്രീയ ഗുണം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷം തിരിച്ചറിയുന്നു. അതുതന്നെയാണ് സർക്കാരിനെ ആശങ്കയിലാക്കുന്നതും. തുടർച്ചയായി ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ പ്രതിരോധത്തിലാകാൻ പോകുന്ന സർക്കാരാണ്. സ്വാഭാവികമായും കോൺഗ്രസിലേക്കുമൊക്കെ അന്വേഷണം നീക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങളൊക്കെ വന്നുവെങ്കിൽ പോലും അതൊന്നും ക്ലച്ച് പിടിക്കുന്നില്ല. ഇപ്പോഴും സ്വർണം കെട്ടവരാരപ്പ സർക്കാരാണ് അല്ലെങ്കിൽ CPM-ആണ് അയ്യപ്പ എന്ന അവിടെ തന്നെ ആ ഒരു പാരഡിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് പ്രതിപക്ഷം മുന്നോട്ട് പോകുമ്പോൾ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലേക്ക് ഭരണപക്ഷം പോകുന്നുണ്ട്. അതുതന്നെയാണ് ഇതിന് രാഷ്ട്രീയം. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം അതിന് നേട്ടമൊതുക്കാൻ പ്രതിപക്ഷം ആഗ്രഹിക്കുന്നില്ല. അത് അനന്ത സാധ്യതകളുള്ള ഒരു വിഷയമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അത് കാര്യമായി ബാധിക്കുമെന്ന് പ്രതിപക്ഷം പ്രതീക്ഷിക്കുന്നു. ഒരുപക്ഷെ അവരുടെ സർവേകളിലും അവരുടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ ഉപദേശങ്ങളിലുമൊക്കെ അതുണ്ടാകാം. ഏതായാലും ആ വിഷയം തന്നെ ഉയർത്തി സഭാ സമ്മേളനം അടിച്ചു പിരിയാൻ ശ്രമിച്ചാൽ അത് പ്രതിപക്ഷത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുമെന്ന് അവർ കരുതുന്നു. അതിന്റെ ആഘാതം വളരെ വലുതാകുമെന്ന ആശങ്ക ഭരണപക്ഷത്തിനുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്രയധികം ശക്തമായി പ്രതിപക്ഷത്തെ സഭയിൽ പ്രതിരോധിക്കുന്നത്. ഒരു കാരണവശാലും ആ വിഷയത്തിൽ വിട്ടുകൊടുക്കേണ്ട. സോണിയാഗാന്ധിയുമായുള്ള ബന്ധം, UDF ഭരണസമിതിയുടെ കാലത്ത് ശബരിമലയിലെ കൊടിമര വിഷയമൊക്കെ ഉയർത്തി പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ ഭരണപക്ഷം ശ്രമിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാകും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചരണ വിഷയമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ഇരുപക്ഷവും. അതിന്റെ അനന്ത സാധ്യതകൾ തന്നെയാണ് പ്രതിപക്ഷം തേടുന്നതും. അതിനെ പരമാവധി പ്രതിരോധിക്കാൻ തന്നെയാണ് ഭരണപക്ഷം തയ്യാറാകുന്നത്. നിയമസഭയിലെ നാടകീയ നിമിഷങ്ങൾക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് അരുൺ സൂചിപ്പിച്ചത്. സംസ്ഥാനത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള സഭാ സമ്മേളനം പൂർണ്ണമായി തന്നെ നടക്കാൻ സാധ്യതയില്ല. അതിനു മുമ്പ് തന്നെ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ ഒരു പക്ഷേ വന്നേക്കാം. അത്തരമൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിയമസഭയിൽ ഇനി ഒത്തുതീർപ്പുകളില്ല, അത് പോരടിച്ചുകൊണ്ട് തന്നെ തീർക്കുക എന്നതാണ് നീക്കം. അസാധാരണമായ സാഹചര്യം എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 5 വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സഭയിൽ ഒന്നിച്ചിരുന്ന ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സ്വാഭാവികമായും സഭ പിരിയുമ്പോൾ ചില രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പിരിയുന്നു എന്നതാണ് സാഹചര്യം. അതാണ് ഇപ്പോൾ സഭയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം നാടകീയ നിമിഷങ്ങൾ ഉണ്ടാവുന്നതിന് കാരണവും ശബരിമല തന്നെ ഒരു വിഷയമായി അവർ ഏറ്റെടുത്തതിന്റെ കാരണവും അത് തന്നെയാണ്. സഭാ നടപടികളുമായി ഒരു വശത്ത് സഹകരിച്ചുകൊണ്ട് സഭയ്ക്ക് പുറത്ത് സമരം, അതായിരുന്നു ഇതുവരെയുള്ള നീക്കമെങ്കിൽ ഇനി സഭയ്ക്കകത്ത് ഒരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്ന നിലപാടെടുക്കുന്നു. ഇതോടുകൂടി സർക്കാരിന് ഭരണപക്ഷത്തിന് അവരുടെ അജണ്ടകൾ സഭയിൽ അവതരിപ്പിക്കുന്നതിന് തടസ്സമുണ്ടാവും. സാങ്കേതികമായി ഈ അജണ്ടകളൊക്കെ പാസ്സാക്കി വിടാം, പക്ഷേ ഒരു ചർച്ചകളുമില്ലാതെ ഇതൊക്കെ പാസ്സാക്കി പോകും എന്ന സാഹചര്യമാണ്. അതിനുമപ്പുറം സംസ്ഥാന ബജറ്റ് പൊതുവിൽ കയ്യടി നേടി എന്ന് ഇടതുപക്ഷം വിശ്വസിക്കുന്ന സംസ്ഥാന ബജറ്റ് സഭയിൽ ഒന്ന് ചർച്ച ചെയ്യാനുള്ള അവസരം കൂടി നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും സഭാ TV വ്യക്തമാക്കുന്നതനുസരിച്ച് അടുത്ത 1 മിനിറ്റുള്ളിൽ പുതിയ വീഡിയോ, അതായത് കഴിഞ്ഞ ഈ സഭയിലെ ഈ സംഘർഷ രംഗങ്ങൾ, അരുണ വിശദീകരിച്ച സംഘർഷ രംഗങ്ങൾ ഒരുപക്ഷെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ആവുമെന്ന് കരുതുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് സഭയിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് കൂടി കരുതാം. എന്തായാലും ഒരു വട്ടം കൂടി ഒരുപക്ഷെ സഭ ചേരാനുള്ള ശ്രമം സ്പീക്കർ ശ്രമിച്ചേക്കാം. അതിനോട് സഹകരിക്കുമോ എന്നതാണ്. ഒപ്പം നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സാധാരണ നിയമസഭയിൽ ഇത്തരം സംഘർഷ രംഗങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ലോക്സഭയിലായെങ്കിലും നിയമസഭകളിലാണെങ്കിലും സംഭവിക്കുന്നത് സ്പീക്കർ കക്ഷി നേതാക്കളുമായുള്ള ചർച്ച നടത്തി ഒരു അനുനയം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും സഭാ നടപടികളുമായി മുന്നോട്ട് പോകുക എന്ന സാഹചര്യമാണ്. പക്ഷേ ഇത്തവണ അത്തരം ചർച്ചകൾക്ക് ഇടമില്ല എന്നതാണ്. സ്പീക്കറും അതിന് തയ്യാറാവുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ നടക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട്. അത് പോർ വിളിച്ചുകൊണ്ട്, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, സഭാതലത്തെ രാഷ്ട്രീയ വേദിയാക്കിക്കൊണ്ട് തന്നെയാണ് ഇരുപക്ഷവും ഭരണപക്ഷവും പ്രതിപക്ഷവും തന്നെ മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്ക് കോടതി ഉത്തരവുകളും കോടതിയിലെ നീക്കങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറുപടി പറയാൻ നിയമമന്ത്രി തന്നെ കളത്തിലിറങ്ങി എന്ന സാഹചര്യമുണ്ട്. മുൻ നാളുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, സംസ്ഥാന മന്ത്രിമാർ കൂടുതൽ രാഷ്ട്രീയം പറയാൻ തയ്യാറാവുന്നു എന്നതാണ്. നേരത്തെ ഭരണപരമായ വിഷയങ്ങളും തങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഒതുങ്ങി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.